ഏപ്രിൽ 28 പഞ്ചാബ് കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് നാളത്തെ ആറാറുമായിട്ടുള്ള മത്സരം. അത് ആറാറ് വലിയ ടീമായതുകൊണ്ടല്ല, ആറാറിൻ്റെ ആരാധകർക്ക് കുറച്ച് ഡയലോഗ് അടി കൂടുതലാണ്. പഞ്ചാബ് തോൽവി അറിയാതെ രാജാവിനെ പോലെയാണ് ഈ സീസണിൽ യാത്ര ചെയ്യുന്നത്. നമ്മളെ എങ്ങനെ തോൽപ്പിക്കണമെന്നത് ഇന്നും 9 ടീമുകൾക്കും ഒരു ചോദ്യചിഹ്നമാണ്. അതൊരു സംശയമാണ് എങ്ങനെ അവരെ പൊട്ടിക്കുക എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ ഈ ആർ ഫാൻസ്, RCB ഫാൻസ്, ഇവർക്ക് ഭയങ്കര ഡയലോഗാണ്. എപ്പോഴും കാണാം നമ്മുടെ പഞ്ചാബിൻ്റെ മത്സരം വരുമ്പോൾ കമൻറ്റ് ബോക്സിൽ മെയ് 17 വരുള്ളൂ നിൻ്റെ ഡയലോഗ്, അല്ലെങ്കിൽ ഏപ്രിൽ 28 വരുള്ളൂ ഞങ്ങളുമായിട്ട് കളി വരട്ടെ എന്നുള്ളത്. മെയ് 17 RCBക്കുള്ളത് ഞങ്ങൾ അന്ന് തരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യും. ആദ്യം 28 നാളെ ഒന്ന് ആറാറിന് കൊടുക്കാനുണ്ട്. ഈ ആറാറെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിലയും കൊടുക്കണില്ല കേട്ടോ, അങ്ങനെ പറയരുത്. പക്ഷെ ഇവന്മാരുടെ ഡയലോഗ് കൊണ്ട് മാത്രമാണ് ഇവന്മാർക്കെതിരെയുള്ള മത്സരം നമ്മൾ കാത്തിക്കുന്നത്. അല്ലാതെ ആറാറ് എന്താ പേടിക്കാനുള്ളത്? ഒരു ചുക്കുമില്ല. പറയുമ്പോൾ ടേബിളിൽ നമ്മളെ തൊട്ടടിയിൽ പോലും ഇല്ല. പക്ഷെ RCB അങ്ങനെയല്ല. RCB അവരുടെ ഡയലോഗിനുള്ള പെർഫോമൻസും ഉണ്ട്, നമ്മളെ പൊട്ടിച്ച ചരിത്രവും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം 3 പ്രാവശ്യം. അപ്പോൾ RCBയോട് ഞങ്ങളാണ് വെല്ലുവിളിക്കേണ്ടത്, നിങ്ങളുമായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ആറാറ് എന്താണ് ഡയലോഗ് അടിക്കാമെന്ന് മനസ്സിലാവാത്തത്. പിന്നെ ആറാറ് ഒരു വലിയ ടീമേലടാ, ഒരു വൈഭവ് സൂര്യവംശി ജയ്സ്വാളും ഉണ്ട് ബാറ്റിങ്ങിൽ. ആ 2 ബാറ്റ്സ്മാനെ വെച്ചിട്ട് അവർ വരുന്നത്. ഇനി പോട്ടെ, വൈഭവ് സൂര്യവംശി ഫോമായിരുന്നു കൂട്ടിക്കും, ഏറി വന്നാൽ എത്ര വരെ പോകും. ഒരു വ്യക്തി വിചാരിച്ചാൽ പഞ്ചാബിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ മത്സരത്തിൽ കൂടി വ്യക്തമാക്കി തന്നതാണ്. രാഹുൽ അവൻ്റെ മാക്സിമം, ഒരു ഇന്ത്യൻ കളിക്കാരൻ്റെ മാക്സിമം റണ്ണെടുത്ത് നോക്കി പഞ്ചാബിനെ തോൽപ്പിക്കാൻ. എന്നിട്ട് എന്തായി? നടന്നോ? അതൊരു ടീമായി കളിക്കുന്ന ടീം, അയ്യറിൻ്റെ ടീം, പോണ്ടിൻ്റെ ടീം, കിങ്സ്, പഞ്ചാബ് കിങ്സ്. ഓറഞ്ച് ക്യാപ്പിൽ 1ാം സ്ഥാനത്തൊന്നും നമ്മളില്ല. പർപ്പിൾ ക്യാപ്പിൽ ആദ്യ 15 പോലും പഞ്ചാബില്ല. പക്ഷേ തോറ്റ ടീമിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിലും ഈ പഞ്ചാബില്ല. അതാണ് പഞ്ചാബിൻ്റെ പ്രത്യേകത. പിന്നെ ആറാറിനോട് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു കട്ടക്ക് നിൽക്കുന്ന എതിരാളിയില്ല നിങ്ങൾ. പിന്നെ ഫാൻസിൻ്റെ അഹങ്കാരം കൊണ്ട് നാളത്തെ മത്സരം ഞങ്ങൾക്കൊരു വാശി പോലെയാണ്. അത്രയേ ഉള്ളൂ. ഞങ്ങൾ സിമ്പിളായിട്ട് തോക്കും.